1912 സ്കോട്ട്ലൻഡിൽ ജനിച്ച ഇവർ കൺജോയിന്റ് ട്വിൻസ് ആയിരുന്നു, അതായത് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടവ. നട്ടെല്ലിന്റെ താഴത്തെ ഭാഗത്ത് അവർ സംയോജിച്ച് രക്തചംക്രമണം പങ്കിട്ടിരുന്നു, എന്നാൽ ഇരുവരുടെയും ഹൃദയം, തലച്ചോർ, കൈകാലുകൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. ശാരീരിക ബന്ധമുണ്ടായിട്ടും അവർ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ വികസിപ്പിച്ചെടുത്തു. മാർഗരറ്റ് കൂടുതൽ തുറന്ന മനസ്സുള്ളവളും സാമൂഹിക സ്വഭാവമുള്ളവളുമായിരുന്നു, അതേസമയം മേരി കൂടുതൽ ശാന്തിയും സംയമനം പാലിക്കുന്നവളുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ജനക്കൂട്ടങ്ങൾക്കും സർക്കസുകൾക്കും ലൈംലൈറ്റ് മുൻപിൽ ഇവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 1930കളിൽ ഇവർ അമേരിക്കയിലേക്ക് മാറി. അവിടെ ദ സ്കോട്ടിഷ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച ഷോകളിലും സംഗീത പരിപാടികളിലും അവർ പങ്കെടുത്തു. അവരുടെ പാട്ടുപാടാനുള്ള കഴിവും ഇരട്ട ഗാനശബ്ദവും സന്തോഷകരമായ സ്വഭാവവും കാരണം അവർ ആളുകളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് ഇടം നേടി. ഇരുവരും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു, ചിലപ്പോൾ വഴക്കുകളും ഉണ്ടാകുമായിരുന്നു. കൗതുകകരമായി, വഴക്കിനു ശേഷം ഒരു മുറിയിൽ നിന്നു മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കാത്തതിനാൽ ഉടനെ വഴക്കുമാറുമായിരുന്നു. 1929 മാർഗരറ്റ് ഗിബ് ന്യൂ ഓർലിയാൻസിൽ പ്രകടനം നടത്തുന്നതിനിടെ കണ്ടുമുട്ടിയ മെക്സിക്കോ സിറ്റിയിൽ നിന്നുള്ള കാർലോസ് ഡാനിയേൽ ജോസഫുമായി വിവാഹനിശ്ചയം നടത്തി. വിവാഹ ലൈസൻസിന് അപേക്ഷിച്ചെങ്കിലും അവരുടെ ബന്ധം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. എൻഗേജ്മെന്റ് വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. 1930കളിലും ഈ ഇരട്ടകൾ വോഡെവില്ലിന്റെയും സർക്കസിന്റെയും താരങ്ങളായി പ്രേക്ഷകരെ ആകർഷിച്ചു. അവർ ബാർണം, കോൾ ബ്രദേഴ്സ് സർക്കസുകളുമായി യാത്രകൾ ആരംഭിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളം മാത്രമല്ല, പാരീസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു. പാരീസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളമുള്ള നിരവധി സ്ഥലങ്ങളിലേക്കും അവരുടെ യാത്രകൾ നീണ്ടു. 1942 ഷോകളിൽ നിന്ന് വിരമിച്ച ശേഷം അവർ ഹോളിയോക്കിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. വിരമിച്ചതിനുശേഷം അവർ കൂടുതലും ഒറ്റയ്ക്ക് ആയിരുന്നു, പള്ളിയിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ മാത്രം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുമായിരുന്നു. നെയ്ത്തും ടെലിവിഷൻ കാണലും ആയിരുന്നു അവരുടെ പ്രധാന വിനോദങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1966 മാർഗരറ്റിന് മൂത്രസഞ്ചിയിൽ കാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. അടുത്ത വർഷം അത് ശ്വാസകോശത്തിലേക്ക് പടർന്നു. പ്രശസ്ത സർജനായ ഡോ. ഫ്രാൻസിസ് പി. വെസ്റ്റൺ ഇവരെ വേർപെടുത്താൻ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാലും ആ സഹോദരിമാർ അപ്പോഴും വേർപിരിയാൻ വിസമ്മതിച്ചു. 1967 ഓഗസ്റ്റ് 29 മാർഗരറ്റ് മരിച്ചു. 2 മിനിറ്റിനു ശേഷം മേരിയും മരിച്ചു. മാർഗരറ്റും മാരിയും മനുഷ്യരെ പഠിപ്പിച്ചത്. ജീവിതം എത്ര ബുദ്ധിമുട്ടായാലും ചിരിച്ചും കലകളിലൂടെയും സന്തോഷം കണ്ടെത്താം. വഴക്കുണ്ടെങ്കിലും ബന്ധം ഒരിക്കലും മുറിക്കാനാവാത്തതുപോലെ സ്നേഹം എപ്പോഴും ജയിക്കും.